കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലാബ് പരിശോധനയ്ക്ക് ഫീസ് ഏർപ്പെടുത്തിയതിനെ ചൊല്ലി എംഎൽഎമാരുടെ ശീതയുദ്ധം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പരിശോധനകൾ പുറത്തേക്ക് എഴുതിയിരിക്കുന്നത് തടയാനാണ് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തി ലാബിൽ ഫീസ് ഏർപ്പെടുത്തിയതെന്ന് കെ ജയന്ത് എംഎൽഎ വ്യക്തമാക്കി. UDF സർക്കാർ ധർമ്മ ആശുപത്രികളെ കൈവിടുന്നതിന്റെ സൂചനയാണ് ഫീസ് ഏർപ്പെടുത്തിയതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് CPIM MLA PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ചേർന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയാണ് പഥോളജി ലാബിൽ പരിശോധനയ്ക്ക് നാമമാത്ര ഫീസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. നേരത്തെ ഇവ സൗജന്യമായിരുന്നെങ്കിലും സൗകര്യമില്ലാത്തതിനാൽ പഥോളജി ലാബിൽ അവയൊന്നും നടക്കാത്ത സ്ഥിതിയിലായിരുന്നു പുതിയ തീരുമാനം. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ CPIM-ഉം DYFI-യും പ്രതിഷേധവുമായി എത്തി. അതിന് പിന്നാലെയാണ് കാര്യങ്ങൾ വിശദീകരിച്ച് സ്ഥലം MLA കെ ജയന്ത് മാധ്യമങ്ങളെ കണ്ടത്. ഇടത് പ്രതിനിധി കൂടി പങ്കെടുത്ത HDS യോഗത്തിലാണ് എല്ലാവരും യോജിച്ച് ഫീസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് കെ ജയന്ത് വ്യക്തമാക്കി. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പരിശോധന സൗജന്യമാണെന്നും ജയന്ത് പറഞ്ഞു. യോഗം അതിനകത്ത് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ തുക മാത്രം എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ ടെസ്റ്റിനും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വന്നത് നേരത്തെ ഉള്ളതുപോലെ BPL-കാർക്ക് ഒരാളോട് പോലും ഈ ടെസ്റ്റുകൾക്ക് പണം ഈടാക്കരുത് എന്നുള്ള കൃത്യമായ തീരുമാനം അതിനകത്തുണ്ടായി. ആ യോഗത്തിൽ പങ്കെടുത്ത ഇടതുമുന്നണിയുടെ മുഴുവൻ ആളുകളും ഏകകണ്ഠമായി അംഗീകരിച്ചൊരു തീരുമാനമാണ് നടപ്പാക്കിയിട്ടുള്ളത്. എന്നാൽ ഇടത് MLA ആയ തന്നെ പോലും വിവരം അറിയിച്ചില്ലെന്നായിരുന്നു ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസിന്റെ ഇതിനുള്ള മറുപടി. CPIM പ്രതിനിധി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ലെന്നും റിയാസ് വ്യക്തമാക്കി. സർക്കാരിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി സ്ഥലം MLA അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് തീരുമാനിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടിയായ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ആണ് ആ HDS-ലെ അംഗം. നിങ്ങൾക്കൊക്കെ അറിയാം, സഖാവ് M മെഹബൂബ് അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. CPM-ന്റെ ഒരു പ്രതിനിധിയാണ് ആ യോഗത്തിൽ ഉണ്ടാവേണ്ടത്, യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ജില്ലയിലെ 13 MLA-മാരോട് ചർച്ച ചെയ്യണം. മറ്റ് 12 പേരോട് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരൊക്കെ UDF ആണല്ലോ. എന്നാൽ LDF-ൽ ഒരു MLA ഉണ്ടല്ലോ. MLA എന്നുള്ള നിലയിൽ എന്നോട് ചർച്ച ചെയ്തിട്ടില്ല. ഇനി മറ്റ് 12 ആളോട് ചർച്ച ചെയ്തില്ലോ എന്ന് അവരോട് ചോദിക്കണം. ലാബിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തി അവിടെ തന്നെ ടെസ്റ്റുകൾ നടത്താനുള്ള തീരുമാനത്തെയാണ് CPIM എതിർക്കുന്നതെന്ന് ജയന്ത് കുറ്റപ്പെടുത്തി. CPIM നേതാവുമായി ബന്ധമുള്ള സ്വകാര്യ ലാബിനെ സഹായിക്കാനാണ് ഈ പ്രതിഷേധമെന്നും ജയന്തിന്റെ വിമർശനം. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് UDF സർക്കാരിന്റെ നീക്കമെന്ന് PA മുഹമ്മദ് റിയാസ് MLA-യും തിരിച്ചടിച്ചു. സ്വകാര്യ ലാബുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ ആസൂത്രണമാണ് ഇതിനകത്ത് നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നീതി ലാബ് ആരുടേതാണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. കോഴിക്കോട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ലാബിനെ സഹായിക്കുവാൻ ഇവിടെ സ്വകാര്യവൽക്കരണം ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള അജണ്ടയാണ് UDF നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് അതിനുവേണ്ടി പൈസ എണ്ണി വാങ്ങി. അതിന് പ്രത്യുപകാരമാണത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജില്ലയിലെ മറ്റ് LDF MLA-മാരുൾപ്പെടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസനത്തിനായി ഫണ്ട് അനുവദിച്ചെന്നും എന്നാൽ PA മുഹമ്മദ് റിയാസ് 1 രൂപ പോലും നൽകിയില്ലെന്നുമായിരുന്നു കെ ജയന്തിന്റെ കുറ്റപ്പെടുത്തൽ. MLA-മാർ ഫണ്ട് കൊടുത്തിട്ടല്ല ആശുപത്രികൾ നിലനിൽക്കേണ്ടതെന്നും മെഡിക്കൽ കോളേജിലേക്കുള്ള ഫണ്ട് സർക്കാരാണ് അനുവദിക്കേണ്ടതെന്നും റിയാസും തിരിച്ചടിച്ചു. സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളിലെ ലാബ് പരിശോധനകൾക്ക് നേരത്തെ തന്നെ ഫീസ് ഈടാക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ ഫീസ് ഈടാക്കാതിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുതുതായി ഫീസ് ഏർപ്പെടുത്തിയതാണ് രാഷ്ട്രീയ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.